നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് ഇവിടുത്തെ സംഘപരിവാറും മറ്റുള്ള ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് പരാതി കൊടുക്കുന്നു. വലിയ സോളിഡായിട്ടുള്ള പരാതിയാണ്. ആ പരാതിയിൽ അവർ പറയുന്നത് പല FCRA, ഫോറിൻ കറൻസി റെഗുലേഷൻ ആക്ട്, അതിൻ്റെ പേരിൽ പണം കിട്ടുന്ന പല സംഘടനകളുണ്ട് ഇന്ത്യയിൽ. അത് ടെർമിനേറ്റ് ചെയ്യണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹോം അത് ഏകദേശം പൂർണ്ണമായിട്ടും ടെർമിനേറ്റ് ചെയ്ത്, ഇതിനകത്ത് കാത്തലിക്സും ഉണ്ട്, പെന്തക്കോസും ഉണ്ട്, മറ്റുള്ള പല സഭകളുമുണ്ട്. പൂർണ്ണമായിട്ടും ജനങ്ങളെ സേവിക്കുന്ന NGOസും അവരും ആ കൂട്ടത്തിലുണ്ട്. ഇതെല്ലാം ടെർമിനേറ്റ് ചെയ്യും. അപ്പം ഗവൺമെൻറ്റിൻ്റെ സംഘപരിവാറിൻ്റെ ധാരണ എന്ന് പറയുന്നത് ഇതെല്ലാം ടെർമിനേറ്റ് ചെയ്യുകയും ഇവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്താൽ ഇതേപോലെയുള്ള വോളണ്ടിയേഴ്സ് പിന്നെ പണം കാണില്ല, അവർക്ക് ഇതേപോലെയുള്ള കൺവേർഷൻസ് വിശേഷവും നടത്താൻ പറ്റില്ല. അതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അത് ഏകദേശം 10 വർഷം കഴിയുമ്പം അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഫ്ലോപ്പായി. നേരത്തെ എങ്ങനെയായിരുന്നോ ഇവിടെ ഗോസ്പൽ നടന്നിരുന്നത് ഇന്ത്യയിൽ, അതിൻ്റെ 1000 മടങ്ങ് ഗോസ്പൽ എന്നായി. ഇഷ്ടം പോലെ പെർസിക്യൂഷനായി. ഇഷ്ടം പോലെ കന്യാസ്ത്രീകളെ, അച്ഛന്മാരെയും പാസ്റ്റർമാരെയും ഇതുമായിട്ട് നടക്കുന്ന വോളണ്ടിയേഴ്സിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ബജ്രംഗ് ദൾ അവരുടെ വീടുകൾ കയറി ആക്രമിക്കാൻ തുടങ്ങി. അവരുടെ പള്ളികൾ ബുൾഡോസ് വെച്ച് ഇടിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്പർ ഓഫ് കേസുകൾ അങ്ങനെ കുന്നുകൂടുകയാണ്. ഈ പറയുന്ന പാസ്റ്റർമാരെ മറ്റുള്ളവരെയൊക്കെ ഇവർ നടത്തുന്ന ചർച്ച്, അതായത് സൺഡേയിൽ എനിക്കറിയാവുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. വിളിച്ചുകൊണ്ട് പോയിട്ട് ആ ചർച്ചിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഇത്ര മോശമായിട്ട് പെരുമാറുന്നു, അവരെ അടിക്കുന്നു, പിടിക്കുന്നു, ബഹളമുണ്ടാക്കുന്നു, പോലീസിനെ കൊണ്ടുവന്ന് ബുൾഡോസർ കൊണ്ട് ഇടിച്ചു കളയുന്നു, അടി കൊടുക്കുന്നു, സ്ത്രീകളെ അപമാനിക്കുന്നു. എന്താണ് ഇതിൻ്റെ കാര്യം? എന്താ? വല്ലാത്ത ഭയം. അവർ ഈ പറഞ്ഞ എല്ലാ സാധനവും അവർ ബ്ലോക്ക് ചെയ്തു. അവർ പറഞ്ഞു FCRA ആണ് പ്രശ്നം, അതുകൊണ്ടാണ് ഇവർ നടത്തുന്ന പണം കൊണ്ട്. അതല്ല, പണമല്ല. അപ്പോൾ മനസ്സിലായി ഇങ്ങനല്ല ഇത് നടക്കുന്നത്. അതിനുശേഷം FCRAയുടെ കംപ്ലീറ്റ് അത് റിക്കവറി ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ റിക്കവറി ചെയ്തിട്ട് എന്ത് ഉണ്ടാകാൻ പോകുന്നത്?